അമ്മിച്ച് പിടിയും തേങ്ങാപ്പാൽ ഉണ്ടാക്കിയിട്ടുണ്ട്. എല്ലാവരും വീഡിയോ കാണുക. ആദ്യം തന്നെ നമുക്ക് 2 മുറി തേങ്ങ ചിരണ്ടി എടുക്കാട്ടാ. പിടി തേങ്ങാപ്പാലും പിടി ഇത്ര തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. പകുതി പാലിൽ എടുക്കും, പകുതി തേങ്ങാപ്പാൽ വേറെ ശരിയാക്കി വെക്കും. എന്ത് പൊടി വെച്ച് അമ്മച്ചുണ്ടാക്കണത്? ഈ പൊടി ആക്കണം, അരിപ്പൊടി. അരിപ്പൊടി. വേറെ എന്തൊക്കെ വേണം ഉണ്ടാക്കാൻ? വേറെ ഏത്തപ്പഴം. ഏത്തപ്പഴം ഉണ്ട് കേട്ടോ. ആദ്യം നമുക്ക് എന്താ ചെയ്യണ്ട? ആദ്യം കുറച്ച് തേങ്ങാപ്പാൽ പിഴിഞ്ഞിട്. എന്നിട്ട് എന്നാൽ മിക്സിയിലിട്ടോ അമ്മച്ചി, ഞാൻ അടിച്ചു തരാം. പകുതി എടുത്തിട്ടേ നമുക്ക് ആദ്യം തേങ്ങാപ്പാൽ ഉണ്ടാക്കണം. ഒരു തേങ്ങയുടെ പീരിയാണ് കാണണം. ആ പീരിയിൽ നിങ്ങൾ ചേർക്കുവോ? ആ പീര് വേറെ പൊടിയിലേക്ക് ചേർക്കണം. അല്ല, ഇപ്പം ഇത് അടിക്കുമ്പോൾ വെറുതെ വെള്ളം ഒഴിച്ചടിച്ചാൽ മതിയോ? വെള്ളം ഒഴിച്ചടിച്ചാൽ മതി. വേറെ ഒന്നും ഇടണ്ടല്ലേ? വേറെ ഒന്നും ഇടണ്ട. ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുത്തേക്കണ 1-ാം പാലാണ് കേട്ടോ. 1-ാം പാൽ നമുക്ക് അരിച്ചെടുക്കാം. അപ്പം നമുക്ക് പാൽ മാറ്റി വെക്കാം. പിന്നെ പാല് നല്ലപോലെ പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് രണ്ടാമത് ഒരു പ്രാവശ്യം കൂടി ഇട്ട് അടിച്ചെടുക്കണം. ഇത് 2-ാം പാലാണ്. ഇതിനകത്ത് വേണം നമ്മൾ അടുപ്പ് വെച്ച് തിളപ്പിച്ച് പിടിയിടാൻ. പിടി തേങ്ങാപ്പാൽ തിളച്ചതിന് ശേഷം പിടിയിടും. അത് നല്ലത് വെന്തതിന് ശേഷം ഊറ്റിയെടുക്കണം. ഈ തേങ്ങാപ്പാലിനെ പിടി കഴിക്കണല്ലേ? ആ, തേങ്ങാപ്പാലാണ് പിടി കഴിക്കുന്നത്. ആ, തേങ്ങാപ്പാൽ ഇല്ലാത്തവർ വെറുതെ പച്ചവെള്ളത്തിൽ കഴിച്ചാലും മതി. തേങ്ങ എല്ലാവർക്കും ഉണ്ടാകുന്നവരല്ല. 2-ാം പാല എടുക്കണേ കേട്ടാ. 2-ാം പാലാണ്. ഇതിലേക്ക് പഴം നമുക്ക് കുഞ്ഞുകുഞ്ഞാക്കി അരിഞ്ഞ് ചേർക്കാം. എന്ത് പഴം ചെയ്ത്? ഏത്തപ്പഴമാണിത്. ഏത്തപ്പഴത്തിന് പകുതി എടുത്തേക്കണേ കേട്ടാ. ഏത്തപ്പഴത്തിൻ്റെ പകുതി മതി. ഇപ്പം സ്വല്പം മതി. പഴം അരിഞ്ഞ് ചേർക്കണമല്ലോ ആദ്യം. അരിഞ്ഞ് ചേർക്കണം. പൊടി കൊടുക്കാൻ വേണ്ടി പോണേ. അരിപ്പൊടിയാണ്. അതെ അതെ, അരിപ്പൊടിയാണ്. പിന്നെ നമ്മുടെ ഇലപ്പഴം ഇവിടെ ഇല്ല, വീട്ടിൽ പോയി. താരെ വീട്ടിൽ പോയി അത് പറയാൻ മറന്നുപോയി. മിക്കവാറും ചൊവ്വാഴ്ച വരുള്ളൂ. എന്താ, താരയുടെ കസിൻ്റെ ഏറ്റവും അടുത്ത കസിൻ്റെ കല്യാണമാണ്. അപ്പോൾ ഞാനും അങ്ങോട്ട് പോകും ഞായറാഴ്ച ആകുമ്പോൾ. എനിക്കിവിടെ പരിപാടി ഉള്ളതുകൊണ്ടാണ് ഞാനിവിടെ നിന്നത്. താര അപ്പോൾ ഒരാഴ്ചക്ക് കല്യാണത്തിന് വേണ്ടി പോയേക്കണേ. അപ്പോൾ താര ഇല്ലാത്തവരും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. അമ്മച്ചി വേണ്ടിണ്ടോ കല്യാണത്തിന്? ഞാൻ തന്നെയല്ല അവിടത്തോളം പോകാനാർക്കൊണ്ട് കഴിക്കും. അമ്മച്ചിക്കാർ അന്ന് വന്നിട്ട് തന്നെ അമ്മച്ചി 2 ദിവസം കിടപ്പായി പോയി. അമ്മച്ചിക്ക് ദൂരയാത്ര പറ്റൂല. അതാ ഇപ്പൊ എന്തായിട്ട് ഉപ്പിട്ടല്ലേ? നമുക്ക് പൊടി ഇടാം. വെള്ളം ഒഴിക്കണ്ടേ? ഒഴിക്കുന്നപ്പോൾ പൊടിയിട്ട് കഴിക്കട്ടെ. ഈ മാത്രമല്ലേ കഴിക്കുള്ളൂ, നമുക്ക് വേണ്ട പൊടി. അരിപ്പൊടി അത്ര മതിയാ? അത്ര മതി. പീര ഇടാം. പീര ഇപ്പം ഇത്തിരി ചുമയുണ്ട്. ചുമ എല്ലാവർക്കും കൊണ്ട് പനിയുണ്ട്. എൻ്റെ പനിയാണ് മാറിയുള്ളൂ. പിന്നെ നമ്മൾ വീഡിയോ ഇട്ടിട്ട് കുറേ ദിവസമായി. വീഡിയോ ഇട്ട് കുറേ ദിവസമായെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊരു മരണാവശ്യം വന്നു. മരണാവശ്യം മകക്കട അമ്മായിയമ്മ മരിച്ചു എന്ന് വെച്ചാൽ മരുമോൻ്റെ അമ്മ. അപ്പം സുഖമില്ലാതെ എന്ന് വെച്ചാൽ അന്നടക്കം യാത്ര നടന്നു. ഇന്നലെയാണ് അറിഞ്ഞത്. കാണാൻ പോയില്ലേ? പിന്നെ എൻ്റെ ചേച്ചിക്ക് സുഖമില്ലാതെ ഇവിടെയാൻ പറ്റില്ല, അവിടെയും പോകേണ്ടത് വന്ന്. ഇനിയും ക്ഷേത്രക്കാണ് ഇനിയും പോകണം. അത് തീരെ പാടില്ലാതെ കിടപ്പാണ്. അപ്പോൾ ഇയാളും മരണാവശ്യമൊക്കെ കഴിഞ്ഞ് കൊണ്ടാണ് വീഡിയോ ഇടാൻ താമസിച്ചത്. പിന്നെ താരയും പോയേക്കണല്ലേ? പിന്നെ താരയും പോയി. അപ്പോൾ വീട്ടിൽ ആരും തന്നെ ഇല്ല ഇന്നലെ വരെ. അപ്പം നമുക്കിത് കറക്റ്റായിട്ട് വെള്ളം നനച്ച് പിടിയാക്കി എടുക്കണം. ഉണ്ടാക്കി എടുക്കണം.
ഇങ്ങനെ പഴം കുഞ്ഞു കുഞ്ഞാക്കി അരിഞ്ഞ് കുഴച്ച് പീരയിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇതിനകത്ത് പഞ്ചസാര ഇടണ്ട. നമ്മൾ വേറെ സെപ്പറേറ്റ് തേങ്ങാപ്പാലുണ്ട്, അതിൻ്റെ അകത്ത് പഞ്ചസാര ഏലക്കാപ്പൊടി ഇട്ട് അത് ശരിയാക്കി എടുത്തിട്ട് അതിലാണ് മുക്കി തിന്നണത്. അപ്പോൾ ഇങ്ങനെ പഞ്ചസാര ഇടാതെ ഉണ്ടാക്കിയാൽ ഷുഗറുകാർക്കും ഈ പിടി കഴിക്കാവുന്നതാണ്. അതിൻ്റെ വെള്ളവും തേങ്ങാപ്പാലും കഴിക്കണമെന്ന് ആ തേങ്ങാപ്പാലിൻ്റെ വെള്ളവും കഴിക്കാം. അതിന് മധുരം ഇടൂല, അതിന് മധുരം ഇടിയല. അപ്പോൾ ആ തേങ്ങാപ്പാലിൻ്റെ വെള്ളം വേണ്ടവർക്ക് പഞ്ചസാര ഇട്ട് കഴിക്കാം. അപ്പോൾ ഷുഗറുകാർക്ക് വിശപ്പുണ്ടായില്ല, അത് ആ തേങ്ങാപ്പാലിൻ്റെ വെള്ളവും കഴിച്ച് കഴിയുമ്പോൾ അവർക്ക് വിശപ്പ് വേണം. ഇങ്ങനെ പിടിച്ചിടണം അല്ലേ? ഇങ്ങനെ പിടിച്ചിടണം. ഇനി നമുക്ക് ഉപ്പിടാം. തേങ്ങാപ്പാൽ ഇല്ലെങ്കിലും പച്ചവെള്ളത്തിലാണ് തിളപ്പിച്ചിട്ട് ഉണ്ടായിടാം. തുണിയിടാം. ഇത് രണ്ടാം പാലാണ്. രണ്ടാം പാലാണ് നമ്മൾ കഴിക്കണത്. ഒന്നാം പാലം അടിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. ഒന്നാം പാലം മുക്കി കഴിക്കണത്. താരമില്ലാത്തതുകൊണ്ടേ എനിക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. എന്താണെന്നാ, എനിക്ക് എന്തെങ്കിലുമൊക്കെ സഹായിച്ച് ഞാൻ അടുക്കളയിൽ കയറണ്ട, അത് തന്നെ എല്ലാം ചെയ്തോളൂ. എവിടെ പോകണമെങ്കിലും പോകുമ്പോൾ എന്നെ കൊണ്ടുപോവുകയും ചെയ്യും. കൊച്ചു പിള്ളേരെ കൊണ്ടു നടക്കും. അത് കാരണം വരാൻ കാത്തിരിക്കണേ, ദിവസം മണിക്കൂറൊക്കെ എണ്ണിയിരിക്കണേ. ഏറ്റവും വേണ്ടപ്പെട്ടവർ ഏറ്റവും അടുത്ത കസിൻ്റെ കല്യാണമാണ്. നമ്മളെല്ലാവരും പോകേണ്ടതാ. അമ്മച്ചിക്ക് പിന്നെ വരാൻ പറ്റാത്തോണ്ടാ. ഞാൻ നടക്കാൻ പറ്റൂല. ഞാൻ സൺഡേ പോകും. തിങ്കളാഴ്ചയാണ് കല്യാണം. തിങ്കളാഴ്ച നീ പോയാനാ? ഞാൻ ഞായറാഴ്ച പോകും. ഞായറാഴ്ച പോയിട്ട് പിന്നെ തിങ്കളാഴ്ച എന്താ പരിപാടി? ഇതിപ്പോ കഴിഞ്ഞാ? കഴിഞ്ഞ് എന്ത് തന്നെ അല്ലേ? ചോറിങ്ങനെ പാത്രം വെച്ചാൽ വെച്ച് മൂടിയേക്കണം, മാറ്റി. എനിക്ക് രണ്ടുപേര് പോയി കഴിയുമ്പോഴേ ഉണ്ടായില്ല. ഒന്ന് വെന്തു തന്നെ അല്ലേ? തീവണത്തിൽ കുറച്ചേക്ക്. തേങ്ങാപ്പാലിൽ നമുക്ക് ഏലക്കാത്തരി ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ പഞ്ചസാര. ഏലക്ക വേണ്ടാത്ത ആൾക്കാർ ഏലക്ക ഇടണ്ട. മധുരം വേണ്ടാത്ത ആൾക്കാർ മധുരം ഇടണ്ട. അപ്പോൾ ഇതും കൂടി തേങ്ങാപ്പാലിൽ ഇങ്ങനെ മുക്കി തിന്നാലും അതിൻ്റെ രുചി ഉണ്ടാവുള്ളൂ. ആ പിടി മുക്കി തിന്നാനുള്ള തേങ്ങാപ്പാലാണ് കേട്ടോ ഇത്. നാടൻ സ്റ്റൈലാണ് ഇതൊക്കെ. പിടി ഇവിടെ കിടന്ന് റെഡി ആയിക്കൊണ്ടിരിക്കണേണ്ടാ. പിടി എപ്പോഴൊന്നൊരു പിടിയും ഇല്ല കേട്ടാ. ഓൾമോസ്റ്റ് പണി കഴിഞ്ഞല്ലേ? വെന്തേനെ കഴിക്കാമല്ലേ? അധികം വേണോ? എനിക്ക് ഇത്തിരി മധുരം വേണം. പച്ചക്കൊക്കെ മധുരം ലേശം മതി. അപ്പോൾ പിടി വെന്ത് കഴിയുമ്പോൾ നമുക്കിനി കഴിക്കാം. പിടി വെന്ത് കഴിയുമ്പോൾ കഴിക്കാം. എങ്ങനെയുണ്ട് മധുരം? മധുരം മതി. ഉണ്ട്. കുറച്ച് കൂടി ഇട്ടേക്കാം. ഈശേ പോലെ ഇത് കഴിച്ചിട്ട് പോട്ടാ. കഴിക്കാൻ വേണ്ടിയാണ് നിൽക്കണത്. അതിനെ കഴിക്കാൻ വേണ്ടി കഴിക്കണം. അപ്പോൾ ഇതാണ്ട് അമ്മച്ചി പറഞ്ഞ പിടിയും തേങ്ങാപ്പാലും. അപ്പം ഞാനൊരുപാട് കഴിച്ചിട്ടുണ്ട്. പണ്ടത്തെ ഒരു ഓർമ്മ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കഞ്ഞി വെക്കുമ്പോഴേ പണ്ട് അമ്മച്ചി ഇങ്ങനത്തെ പിടി മറ്റേ തേങ്ങ ഇട്ടിട്ട് പിടിയിട്ട് മുട്ട പുഴുങ്ങണ പോലെ കഞ്ഞിയിലിട്ട് പിടി ഉണ്ടാക്കിയിട്ട് തരും. ഇത് കൂടുതലും പച്ചവെള്ളം തിളച്ചിട്ട് അതിനകത്ത് ഇടണേ പിടി നല്ലത്. അടിപൊളി. അത് മാത്രമല്ല അന്ന് ചോറ് കഴിയുമ്പോഴേ ചിലപ്പോൾ ചോറിൻ്റെ കൂട്ടത്തിൽ എൻ്റെ ഇടയിലുണ്ടാവും ഒരു കഞ്ഞിപ്പിടി. അപ്പോൾ ഞാൻ കഴിച്ചു നോക്കട്ടെ. അപ്പം ഇതിങ്ങനെ സാധാരണ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം. ഇത് വേണ്ട, നമ്മൾ തേങ്ങാപ്പാൽ ഒഴിക്കുന്നു. ഇതിൽ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ പഴം ചേർത്തിട്ടുണ്ട്. കുട്ടികൾക്ക് ഷുഗറുകാർക്ക് എല്ലാവരും കഴിക്കാതെ കഴിക്കും. തേങ്ങാപ്പാലിൽ എന്ത് കഴിച്ചാലും നല്ല ടേസ്റ്റ് ആയിക്കോട്ടെ. തേങ്ങാപ്പാൽ നമ്മളേ ഒറിജിനൽ തേങ്ങ തന്നെ അല്ലെങ്കിൽ കടയിൽ നിന്ന് മേടിക്കുന്ന തേങ്ങാപ്പാൽ ഇത്ര ടേസ്റ്റ് കിട്ടില്ല. കടയിൽ ഇപ്പം ഇറങ്ങിയിട്ടുണ്ട് കടയിലുണ്ട്, അത് ഇത്ര ടേസ്റ്റ് ഇല്ല. നമ്മൾ വീട്ടിലുണ്ടാകണ തേങ്ങ തന്നെ കഴിക്കണം. വേണ്ട കടയിൽ മറ്റേ എന്ത് ഇഷ്ടമില്ല ഇതിൻ്റെ പേര് ഞാൻ പറഞ്ഞ് അത് ചേർക്കും. അടിപൊളിയാ. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ
ഇത് കഴിക്കാട്ടാ. കുട്ടികൾക്ക് പ്രത്യേകിച്ച് ഇത് നല്ലതാണ്. ഇപ്പം പഴം കഴിക്കാത്ത ആൾക്ക് ഇതിൻ്റെ പോലെ പൊടിയിൽ കുഴിച്ച് അമ്മച്ചി പറഞ്ഞ മധുരം ആവശ്യമില്ലാത്ത ആൾക്കാർക്ക് ഇതിലും മധുരത്തിൻ്റെ ആവശ്യമില്ല. അതിലും മധുരം ഉണ്ട്. ഇതിനങ്ങ് മധുരം ഇട്ടിട്ടില്ല. അപ്പം എനിക്ക് മധുരം വേണമെന്നിട്ടാണ് മധുരം ഇട്ടത്. മധുരം ഇല്ലാതെ ഇത് കഴിക്കാൻ പറ്റില്ല സാധാരണക്കാർക്ക്. ഷുഗറുകാർക്ക് മധുരം ഉണ്ടാകും. ഇപ്പം ഒരു 100% ആൾക്കാരും മധുരം കഴിക്കാറില്ല. അങ്ങോട്ട് നോക്കിയാൽ അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടാ.